നമ്മുടെ സംസ്ഥാനത്തെ വെറ്ററിനറി സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പരിമിതി അത് കെട്ടിടങ്ങളിൽ ഉള്ള വെറ്ററിനറി ഹോസ്പിറ്റലുകളാണ്. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. ഡോക്ടേഴ്സ് അങ്ങോട്ട് ചെല്ലുകയാണ്. ഒരു ഡോഗ് എവിടെയുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്, ആ കിണലിലേക്ക് ചെല്ലുകയാണ്. പശുക്കൾ എവിടെയുള്ള ഫാം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഡോക്ടേഴ്സ് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ പശുവിന് രോഗമുണ്ടോ എന്ന് പ്രതിമാസം പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കുകയാണ്. അതുപോലെ ആടുകളുണ്ടെങ്കിൽ ആടുകളെ അങ്ങോട്ട് കൊണ്ടുചെല്ലുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ആട്ടുകുട്ടിക്ക് ഒരു അസുഖം വന്നെങ്കിൽ ആട്ടുകുട്ടിക്ക് ആകെ 500 രൂപ വില കാണത്തുള്ളൂ. ഒരു ഓട്ടോയിൽ പിടിച്ച് അല്ലെങ്കിൽ വാഹനം പിടിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 1000 രൂപയ്ക്ക് മുകളിൽ അയാൾക്ക് ചിലവ് വരുന്നു. അപ്പോൾ ഇതൊരു പ്രായോഗികമല്ലാത്ത സിസ്റ്റമാണ്. വെറ്റിനറി ഡോക്ടർമാരെല്ലാം തന്നെ പ്രതിമാസം അവർ ശമ്പളം വാങ്ങിക്കുന്നെങ്കിൽ അവർ ആ പഞ്ചായത്തിലോ ആ ബ്ലോക്ക് പഞ്ചായത്തിലോ ഉള്ള എത്ര പക്ഷിമൃഗാദികളുണ്ട് അവിടെ എല്ലാം ചെന്ന് രജിസ്റ്റർ തയ്യാറാക്കി അവയ്ക്ക് കലാകാലങ്ങളിൽ എന്തൊക്കെ അസുഖങ്ങൾ വരാം അതിനുള്ള മരുന്നുകളും കൊടുത്ത് അങ്ങനെ വേണ്ട വാക്സിൻ വേണമെങ്കിൽ വാക്സിനേഷനും ചെയ്ത് അങ്ങനെ ഒരു സിസ്റ്റം കേരളത്തിൽ എന്നുണ്ടാകുന്നു ആ സമയത്ത് മാത്രമേ ഇത് കൃത്യതയോടെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇത് വെറുതെ ഒരു വഴിപാട് പോലൊരു സിസ്റ്റം മാത്രമാണ് കേരളത്തിലെ വെറ്റിനറി സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് മൃഗസംരക്ഷണ വകുപ്പും മന്ത്രിയും ഒക്കെ കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. ഐ ഹാവ് ബീൻ ടു മോർ ദാൻ 24 നേഷൻസ്, 24 രാജ്യങ്ങളിൽ പോയി സഞ്ചരിച്ച് ഇതൊക്കെ റീസെർച്ച് ചെയ്ത ഒരുവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലെയും ആ സിസ്റ്റത്തിനനുസരിതമായി നമ്മുടെ നാട്ടിലെ സിസ്റ്റം മാറേണ്ടിയിരിക്കുന്നു. ഒരു ഡോഗിനെ വളർത്തുമ്പം ഡിസീസ് റെസിസ്റ്റൻസ് വളരെ കൂടിയ ഡോഗിനെ വളർത്തുന്ന നല്ലത്. ഇതിനൊന്നും ഒരു തരത്തിലുള്ള അസുഖങ്ങളും വരില്ല. അതാണ് ഏറ്റവും പ്രധാന മെച്ചം എന്ന് പറയുന്നത്. പിന്നെ ഡോഗിന്റെ ലിറ്റർ, ഡോഗ് പ്രസവിക്കുമ്പം ആരും കൂട്ടിരിക്കുകയോ ഒന്നും വേണ്ട, ആ ഭാഗത്തോട്ട് പോലും നോക്കേണ്ട കാര്യമില്ല. രാജപാളയം തന്നെ എല്ലാ രീതിയിലും അതിന്റെ മദർ ഡോഗ് തന്നെ ചെയ്തു കൊടുക്കും. നമ്മൾ ആ ഭാഗത്തോട്ട് പോലും പോകാറില്ല. നമ്മൾ ഈ സ്ഥലത്ത് ഇല്ലെങ്കിൽ പോലും ഒന്നും സംഭവിക്കില്ല, ഒന്നുമില്ല, ഒന്നിന്റെ ആവശ്യമില്ല. അതേസമയം ഫോറിൻ ഡോഗ് എല്ലാ ഡോഗുകളും രാത്രിയാണ് മിക്കപ്പോഴും പ്രസവിക്കുന്നത്. അതിന്റെയൊക്കെ ലിറ്ററിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും, എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ രാത്രി കാലങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള വെറ്റിനറി ഹോസ്പിറ്റൽ സിസ്റ്റം ഒന്നും നമുക്ക് കേരളത്തിൽ ആയിട്ടില്ല, വേണ്ട രീതിയിലില്ല. ചെല്ലുമ്പോൾ നമ്മുടെ തന്നെ പല സുഹൃത്തുക്കളും പല ഫോറിൻ ബ്രീഡ്സും പ്രസവിക്കുന്ന സമയത്ത് രാത്രി ഇതിനെ കൊണ്ട് ചെല്ലും. ഒരു ഹോസ്പിറ്റലുകാർ പറയും ഇവിടെ ഇല്ല, അടുത്തടുത്ത് പോകും. അങ്ങനെ 10 ഹോസ്പിറ്റലിൽ കറങ്ങി കഴിയുമ്പോഴത്തേ ഡോഗിന്റെ കുട്ടികളും ചാവും, ഡോഗും ചത്തുപോകും. രാജപാളയം ഡോഗ്സ്, പ്യുവർ രാജപാളയം ഡോഗ്സ് അതിന് എത്ര എണ്ണം ഇരിപ്പുണ്ട്? അതൊരു ഇപ്പോൾ ആകെ ഒരു 5000 എണ്ണം ലോകം മുഴുവൻ കണ്ടേക്കാം. അപ്പോൾ അത്രയും വൈശിഷ്ട്യമായ ഒരു സംഭവമാണ്. അതിനെ ആരും തെരുവിലേക്ക് വലിച്ചെറിയാറില്ല. അത് മാത്രമല്ല, ഇത് മറ്റ് ഫോറിൻ ബ്രീഡ്സ് പോലെ 6 മാസം കൂടുമ്പോൾ ഹീറ്റ് ആവുന്ന രീതിയല്ല. 6 മാസം കൂടുമ്പോൾ ബ്രീഡ് ചെയ്യിക്കാവില്ല. 2 വർഷം കൂടുമ്പോഴൊക്കെ ഒരു 3 ലിറ്റർ കിട്ടിയാൽ തന്നെ ഭാഗ്യമെന്ന് പറയാം. അപ്പൊ അത്രത്തോളം അങ്ങനെ പെറ്റ് പെരുകുന്ന ഒരു സാധനമല്ല. അതുമല്ല, കറക്റ്റ് ആയിട്ട് സാറിന്റെ തന്നെ ഇപ്പൊ തന്നെ ഒരു ബ്ലഡ് റിലേഷൻ ഇല്ലാത്ത ഡോഗ്സ് ആണ് ഇവിടെ നിൽക്കുന്ന എല്ലാം തന്നെ അല്ലെ? അങ്ങനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, അങ്ങനെ അത്രയും അതിന്റെ കണ്ണുകളും മുഖവും ഒക്കെ നോക്കി അതിന്റെ ശരീരത്തിന്റെ അനാറ്റമിയൊക്കെ നോക്കി അത്ര വ്യത്യസ്തതയുള്ള രാജപാളയങ്ങളെ തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു. അതിനുവേണ്ടി ഒരു വലിയ എഫോർട്ട്, അതുപോലെ വേണ്ടി ഒരു റീസെർച്ച് വർക്ക് തന്നെ. എന്റെ കൂടെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ള വെറ്റിനറി ഡോക്ടർമാരുണ്ട്, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള. ഞാൻ ഈ വെറ്റിനറി സിസ്റ്റത്തെ വിമർശിക്കുന്നതിനെ ആ ഡോക്ടേഴ്സിന്റെ അഭിപ്രായം കൂടി തന്നെയാണ്. പൊതുവേ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞ. വെറ്റിനറി സിസ്റ്റത്തിന്റെ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർമാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ കാണിച്ചിട്ടാണ് ഇതിലെ ഏറ്റവും നല്ല പപ്പിയെ കുറിച്ചും ഒക്കെ റീസെർച്ച് ചെയ്തതിനെ കുറിച്ച് വലിയൊരു പഠനം നടത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഈ രംഗത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സേവ് രാജപാളയം പ്രോജക്ട് എന്നാണ് ആ പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. സാർ, അപ്പൊ തന്നെ നമുക്ക് ചോദിക്കാം, നമുക്ക് ഈ ഒരു പപ്പീസ് രാജപാളയത്തിന്റെ ക്വാളിറ്റി ഉള്ള പപ്പീസ് അല്ല ക്വാളിറ്റി ഡോഗ്സിന്റെ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരോ? ക്വാളിറ്റി ഉള്ള ഡോഗ് എന്ന് പറഞ്ഞാല് നല്ല നമുക്ക് ഇത്രയും പപ്പീസ് ഉണ്ട്, ഒരു പപ്പി ഒന്ന് എടുത്താണെങ്കിൽ എല്ലാം ഒന്നിനെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും, എല്ലാം ഒരേപോലെ. ഇത് എല്ലാം തന്നെ നല്ല ടോപ്പ് ക്വാളിറ്റി ഡോഗുകൾ തന്നെയാണ്. ഇപ്പൊ ഓടിച്ചാടി നടന്ന് ഇപ്പം കിടന്ന് വിശ്രമമാണ്. അതെ, പ്യുവർ ആയിട്ടുള്ള വൈറ്റ് കളർ ആയിരിക്കും. അതുപോലെ മുല്ല മൊട്ടുകൾ പോലെ തന്നെയുള്ള ജാസ്മിൻ ഫ്ലവർ പോലെയുള്ള പല്ലുകളായിരിക്കും, വെളുത്ത പല്ലുകൾ. നഖമൊക്കെ നല്ല തൂവെള്ളയായിരിക്കണം, കറുത്ത നഖമൊന്നും കാണില്ല. അതുപോലെ കൈവെള്ള എന്നൊക്കെ പറഞ്ഞാൽ നല്ല റോസ് കളർ ആയിരിക്കും. മൂക്കൊക്കെ നല്ല റോസ് കളർ. അത്ര നമ്മുടെ മനുഷ്യ കുഞ്ഞുങ്ങളിൽ നല്ല വെളുത്ത ഫെയർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെക്കാൾ നല്ല നീറ്റ്. അതുപോലെ ഒട്ടും സ്മെല്ലും ഒന്നും കാണില്ല.